blessing today. വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം. ഇന്നത്തെ എപ്പിസോഡ് ഇന്നലെ നിങ്ങൾ കണ്ട എപ്പിസോഡിൻ്റെ അടുത്ത ഭാഗമാണ് ഇന്ന് നിങ്ങൾ കാണാനായി പോകുന്നത്. അതിനു മുൻപ് അവിടെ നടന്ന ആ ക്ലിപ്പിംഗ്സ് നമുക്ക് ഒരുമിച്ച് കാണാം. ഒക്ടോബർ മാസം 4-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ നടന്ന സെഷനിലെ അനുഭവങ്ങളാണ് ഇന്നലെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഇന്നും അതേ സെഷനിൽ തന്നെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കുവെക്കാനായിട്ട് പോകുന്നത്. അവിടെ നടന്ന ആരാധനയെക്കുറിച്ച് അംബ്രോസ്, എന്തായിരുന്നു ആ ഒരു ആരാധന? അവിടുത്തെ ആരാധനയുടെ പ്രത്യേകത എന്നുള്ളത് ദൈവത്തിൻ്റെ സാന്നിധ്യം ആ ഹോൾ മുഴുവൻ നിറഞ്ഞിരുന്നു. ആ ആരാധന നയിക്കുന്ന സമയത്ത് ബ്രദർ ഡാമിയൻ, സിസ്റ്റർ ഷമ ഡാമിയനെ ശ്രദ്ധിച്ചപ്പോൾ തന്നെ മനസ്സിലായി അവർ ആ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ടാണ് ആരാധന നയിച്ചുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, ചെറുപ്പക്കാർ മുതൽ സാധാരണ യൗവനക്കാർ അലസമായിട്ട് നിൽക്കാറുണ്ട് ആരാധന വേളകളിൽ. പക്ഷേ ചെറുപ്പക്കാർ വരെ ആ ആരാധനയിൽ അലിഞ്ഞു ചേർന്ന് ഏറ്റവും സ്റ്റേജിൻ്റെ മുൻഭാഗം മുതൽ ബാൽക്കണി വരെ ഒരേപോലെ ആ ഹല്ലേലൂയ എന്നുള്ള കോറസ് വന്നപ്പോൾ അവർ ഏറ്റുപാടി. ഒരു സ്വർഗതുല്യമായ ഒരു അന്തരീക്ഷമായിരുന്നു ആ ഹോളിനകത്തുണ്ടായിരുന്നത്. ആ സ്വർഗതുല്യമായ അന്തരീക്ഷം അല്പനിമിഷങ്ങളിൽ ഈ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമിൽ കൂടെ കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്ത നിമിഷങ്ങളിൽ ഒരു ആരാധനയുടെ വേള ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോകുകയാണ്. പക്ഷേ ആ ആരാധന കണ്ടുകൊണ്ടിരിക്കരുത്. ചേർന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തെ കൈകൾ ഉയർത്തിയെങ്കിൽ, അങ്ങനെ മുട്ടുകുത്തിയെങ്കിൽ, അങ്ങനെ ചേർന്ന് ആരാധിക്കാൻ തുടങ്ങിയാലും നമുക്ക് ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധൻ മഹോന്നതനായ കർത്താവിനെ ഒരുമിച്ച് വാഴ്ത്തിപ്പാടാം. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ. എല്ലാവരും അവനെ ആരാധിക്കാം. പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. കൈകൾ ഉയർത്തി ആദ്യത്തെ ദിവസം നടന്ന സന്ദേശത്തിന്റെ ഒരു ഭാഗമാണ് ഇന്നലെ നിങ്ങൾ കണ്ടത്. അതേ സന്ദേശത്തിൻ്റെ അടുത്ത ഭാഗമാണ് ഇന്ന് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഇന്ന് നിങ്ങളത് കാണുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കുന്നത് ഗെറ്റിംഗ് ക്ലോസർ ടു ജീസസ്, യേശുവിനോട് കൂടുതൽ അടുത്ത് ചെല്ലുക. ആ സന്ദേശത്തിൽ ബ്രദർ ഡാമിൻ പറഞ്ഞ് യേശുവിനോട് കൂടുതൽ അടുത്ത് ചെല്ലാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ നാം കൈക്കൊള്ളണം. 3 തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്നായിരുന്നു ബ്രദർ പറഞ്ഞത്. അത് ഓർമ്മയുണ്ടോ സജ്ജത്തിന്? ആദ്യത്തേത്, മറ്റെല്ലാ കാര്യത്തെക്കാളും നമ്മൾ യേശുവിനെ സ്നേഹിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് യേശു മാറണം. രണ്ടാമത്തേത് അതുപോലെ തന്നെ ബാക്കിയുള്ളവരെയും നമ്മൾ സ്നേഹിക്കുന്ന, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് വരണം. മൂന്നാമത്തെ കാര്യമായിരുന്നു, ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ട വരും ചില സമയത്ത്. യേശുവിനോടുള്ള സ്നേഹം നിമിത്തം ചില കാര്യങ്ങൾ ഉപേക്ഷിക്കണം എന്നുള്ള ഒരു പോയിന്റ് കൂടിയായിരുന്നു അന്ന് ബ്രദർ. അതെ, യേശുവിനെ ഏറ്റവും അധികം, ആരെക്കാളും അധികം യേശുവിനെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. മൂന്നാമതായിട്ട് യേശുവിന് വേണ്ടി എന്ത് ഉപേക്ഷിക്കാൻ തയ്യാറാവുക. ആ ഒരു യേശുവിന് വേണ്ടി എന്ത് ഉപേക്ഷിക്കാൻ തയ്യാറാവുക എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ചില ആളുകൾക്ക് ചില കൺഫ്യൂഷൻസ്, ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും ആ തെറ്റിദ്ധാരണകൾ അവിടെ ബ്രദർ ഡാമിൻ എടുത്ത് ഉദ്ധരിച്ച വചനമുണ്ടായിരുന്നു. അപ്പനെയും അല്ലെങ്കിൽ ഭാര്യയെയും അമ്മയെയും സ്വത്തിനെയും ഒക്കെ നിങ്ങൾ വിട്ടുകളഞ്ഞാൽ ദൈവം
അത് മടക്കി നൽകുന്നതിനെക്കുറിച്ച്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിനെല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളതല്ലായിരുന്നു, മറിച്ച് എന്താണ് എന്ന് ബ്രദർ ഡാമിൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് കാണാൻ പോകുന്നത്. അടുത്ത ഭാഗം നാളെയായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. പക്ഷേ എഴുതിയെടുക്കാൻ മറക്കരുത്. എഴുതിയെടുക്കുക മാത്രമല്ല, അടുത്ത ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വരുമ്പോൾ നിങ്ങൾ എഴുതിയെടുത്ത നിങ്ങളുടെ നോട്ട്ബുക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് കാണിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ചില സമ്മാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിലേക്ക് വളരെ വേഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. To get closer to Jesus, what you have to do is, number one, take a decision today. ഇന്ന് യേശുവിനോട് കൂടെ ഇരിക്കുവാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. Hallelujah. ഹല്ലേലൂയ. Write down. എഴുതി The വെക്കുക. first one is taking a decision to follow Jesus, to get closer to him. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് യേശുവിനെ അനുഗമിക്കുവാനായി ഒരു തീരുമാനമെടുക്കുക. Hallelujah. ഹല്ലേലൂയ. It should be a serious decision. അത് വളരെ ഗൗരവപൂർണമായ ഒരു തീരുമാനമായിരിക്കണം. Hallelujah. ഹല്ലേലൂയ. It should be a hard decision, just like a diamond, as hard as a diamond. അത് മാത്രമല്ല, അത് വജ്രം പോലെ ദൃഢമായ ഒരു തീരുമാനമായിരിക്കണം. Hallelujah. ഹല്ലേലൂയ. So many people think that it's very difficult to get closer to Jesus. പലരും ചിന്തിക്കുന്നു യേശുവിന്റെ കൂടെ അടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. And some people even teach that if you go closer to Jesus, you will have to meet a lot of problems in life. മാത്രമല്ല, ചില ആൾക്കാർ പഠിപ്പിക്കുന്നത്, നിങ്ങൾ യേശുവിനോട് കൂടി ഒത്തിരിയൊക്കെ അടുത്ത് കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. എൻ്റെ മോളെ ഒത്തിരി ഒന്നും പ്രാർത്ഥിക്കണ്ട, ഒത്തിരി ഒന്നും ഉപവസിക്കണ്ട, ഒത്തിരി മീറ്റിങ്ങിനൊന്നും പോകണ്ട, കൂടുതൽ ദൈവത്തോട് അടുക്കും തോറും പ്രശ്നങ്ങൾ കൂടും. എത്ര പേരത് കേട്ടിട്ടുണ്ട്? So many people teach like that. ഒത്തിരി പേർ അങ്ങനെ അബദ്ധങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. But I don't believe that. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. Do you know why? എന്തുകൊണ്ടെന്നറിയാമോ? If I am closer to Jesus, ഞാൻ യേശുവിനോട് കൂടെ ഇരുന്നാൽ he will protect me. അവൻ എന്നെ സംരക്ഷിച്ചുകൊള്ളും. He will save me അവൻ from all my problems. എന്റെ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും അവൻ എന്നെ രക്ഷിക്കും. Because Jesus says, കാരണം യേശു പറയുന്നു, if anyone comes to me, ആരെങ്കിലും എന്റെ അടുക്കൽ വന്നാൽ I will just get hold of him. ഞാൻ അവനെ മുറുകെ കെട്ടിപ്പിടിക്കും. And no one in the world can snatch him out of my hands. ആർക്കും എന്റെ കരവലയങ്ങൾക്കകത്ത് നിന്നും അവനെ തട്ടിക്കൊണ്ടുപോകുവാൻ, നോവിപ്പിക്കുവാൻ കഴിയുകയില്ല. I will never leave him nor forsake him. ഞാൻ അവനെ ഒരു നാളും മറക്കുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. Hallelujah. Hallelujah. Jesus never said, the closer you come to me, I will give you more prashnams, more customs, more കുഴപ്പംസ്. ഒരിക്കലും യേശു പറഞ്ഞില്ല, നിങ്ങൾ എന്റെ കൂടെ കൂടുതൽ അടുത്താൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും. ഒരിക്കലും യേശു പറഞ്ഞില്ല. But instead Jesus said, പക്ഷെ പകരം യേശു പറഞ്ഞു, if you come closer to me, നിങ്ങൾ എന്റെ അടുക്കൽ വന്നാൽ I will never leave you nor forsake you. ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, മറന്നു കളയുകയില്ല. Hallelujah. Hallelujah. No one will have the guts, no one will have the boldness, no one will have the courage to take him, snatch him out of my hands. മാത്രമല്ല, എന്റെ കരത്തിന്റെ അകത്ത് നിന്നും നിന്നെ തട്ടിക്കൊണ്ടുപോവാൻ, നിന്നെ നോവിപ്പിക്കുവാൻ, നിന്നെ തൊട്ടു നോക്കുവാൻ പോലും ആർക്കും ഒരിക്കലും ധൈര്യം ഉണ്ടാവുകയില്ല. No hijackers will take you. ഒരു തീവ്രവാദികൾ നിന്നെ തട്ടിക്കൊണ്ടുപോവില്ല. No kidnappers will take you. ഒരു കൊള്ളക്കാരൻ നിന്നെ എടുത്തോണ്ട് പോവില്ല. Because you will be safe in the hands of Jesus. കാരണം യേശുവിന്റെ കരവലയത്തിൽ നിങ്ങൾ സുരക്ഷിതരാണ്. Hallelujah. Hallelujah. കൈകൾ തലയ്ക്ക് മുകളിൽ ഉയർത്തി കൈകൾ അടിച്ച് യേശുവിന് നന്ദി പറഞ്ഞ ഉറക്കെ hallelujah. 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 John chapter 14 and verse number 23. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാമത്തെ വചനം. If anyone loves me, he will obey my teaching. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളെ അനുസരിക്കും. How many of you say that you love Jesus? നിങ്ങൾ എത്ര പേർ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്? യേശുവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ പറഞ്ഞേ, I love you Jesus. I love you Jesus എന്ന് പറഞ്ഞാലും ഉറക്കെ പറഞ്ഞേ, I love you Jesus. I love you Jesus. യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. Hallelujah. Hallelujah.
Now Jesus says, യേശു പറയുന്നു, okay, you love me? നീ എന്നെ സ്നേഹിക്കുന്നു, Then obey my commands. എൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. How will you obey Jesus' commands? നിങ്ങൾ എങ്ങനെ യേശുവിന്റെ കൽപ്പനകൾ അനുസരിക്കും? You have to first of all know the commands. ആദ്യം നിങ്ങൾ കൽപ്പന എന്തെന്നറിയണം. Hallelujah. Hallelujah. And for that you have to read the Bible. അതിനുവേണ്ടി നിങ്ങൾ ബൈബിൾ വായിക്കണം. Hallelujah. Hallelujah. Praise God. Praise God. So read the Bible, find out the commands and obey him. That's how you have to express your love for Jesus. നിങ്ങൾ വചനം വായിച്ച് അനുസരിക്കേണ്ട കൽപ്പനകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് അനുസരിക്കുമ്പോഴാണ് ദൈവത്തോടുള്ള നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങൾ വെളിപ്പെടുത്തുന്നത്. So if you want to get closer to Jesus, നിങ്ങൾ യേശുവിനോട് കൂടുതൽ അടുക്കുവാൻ of course you ആഗ്രഹിക്കുന്നെങ്കിൽ have to love him more. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ അവനെ സ്നേഹിക്കണം. And to love him more, you have to obey him more. അവനെ കൂടുതൽ സ്നേഹിക്കണമെങ്കിൽ അവനെ കൂടുതൽ അനുസരിക്കണം. Hallelujah. ഹല്ലേലൂയ. One day Jesus told something very strange. വളരെ വിചിത്രമായ ഒരു കാര്യം ഒരിക്കൽ യേശു പറഞ്ഞു. Jesus said, യേശു പറഞ്ഞു, no one can serve two masters. ആർക്കും ഒരിക്കലും രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ കഴിയുകയില്ല. Have you heard of that? നിങ്ങളത് കേട്ടിട്ടുണ്ടോ? What did Jesus say? എന്താ യേശു പറഞ്ഞത്? No one can serve two masters same time. രണ്ട് യജമാനന്മാരെ ഒരേ സമയത്ത് ആർക്കും സേവിക്കുവാൻ കഴിയുകയില്ല. If you love me, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ you can only love me. നിങ്ങൾ എന്നെ മാത്രമേ സ്നേഹിക്കാൻ You can കഴിയൂ. only that you cannot love that guy and me. മറ്റൊരു വ്യക്തിയെയും എന്നെയും കൂടി സ്നേഹിക്കാൻ പറ്റത്തില്ല. Hallelujah. ഹല്ലേലൂയ. So today, ഇന്ന് in this mega festival, ഈ മെഗാ ഫെസ്റ്റിവലിൽ how many of you have a courage to take a decision to love only Jesus? യേശുവിനെ മാത്രം സ്നേഹിക്കുവാൻ എത്ര പേർ തീരുമാനിക്കും? Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Then you have to take the list നിങ്ങൾക്ക് ആ ലിസ്റ്റ് എടുത്തിട്ട് and write Jesus, യേശു എന്ന് എഴുതുക. and all others you have to cut and cancel. മറ്റു ബാക്കി എല്ലാവരെയും വെട്ടി ക്യാൻസൽ ചെയ്യണം. Only താഴെ Jesus. യേശു മാത്രം. Now you don't have a list. നിങ്ങൾക്കൊരു ലിസ്റ്റ് ഇല്ലെങ്കിൽ, Now you don't have a list, you have only a name. നിങ്ങൾക്കിപ്പോൾ ഒരു ലിസ്റ്റ് ഇല്ല, ഒരാളുടെ പേര് മാത്രം അതിലുള്ളൂ. ആമേൻ. Hallelujah. ഹല്ലേലൂയ. And what is that name? എന്താണ് ആ കുറിപ്പിലെ വ്യക്തിയുടെ പേര്? Say it loud. ഉറക്കെ പറഞ്ഞേ. Only Jesus. യേശു മാത്രം. Hallelujah. ഹല്ലേലൂയ. That's where you start getting closer to Jesus. യേശുവിനോട് അവിടെയാണ് നമ്മൾ ആരംഭിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. 2 Corinthians chapter 5 verse number 14. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 14-ാമത്തെ വചനം. Paul says, for Christ's love compels us. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. The love of Christ should be the compelling force for us to follow him. നമ്മൾ യേശുവിനെ അനുഗമിക്കാൻ നമ്മളെ നിർബന്ധിക്കുന്ന ഘടകം അവനോടുള്ള സ്നേഹമായിരിക്കണം. If you want to get closer to Jesus, നിങ്ങൾക്ക് യേശുവിനോട് കൂടുതൽ obey അടുക്കണമെങ്കിൽ his commands, അവന്റെ കൽപ്പനകൾ അനുസരിക്കണം. and you'll be more like him. അവനെ പോലെ നിങ്ങളായി തീരും. Then you will start loving others. അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങും. John chapter 13 യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം verse number 34 and 35. 34-35 വചനങ്ങൾ. Jesus says, യേശു പറയുന്നു, a new command I give you. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന നൽകുന്നു. Love one another. പരസ്പരം നിങ്ങൾ സ്നേഹിക്കുക. As I have loved you, so you must love one another. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം. By this all men will know that you are my disciples if you love one another. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരെന്ന് എല്ലാവരും അറിയും. Can I tell you one more secret? ഒരു രഹസ്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ. Top secret. അതീവ രഹസ്യം. Are you ready for this secret? ഈ രഹസ്യം കേൾക്കാൻ തയ്യാറാണോ? How many of you are ready? റെഡിയാണോ? Hallelujah. This is a top secret. ഇത് അതീവ രഹസ്യമാണ്. When you get closer to Jesus, നിങ്ങൾ യേശുവിനോട് കൂടുതൽ അടുക്കുമ്പോൾ you will be called a disciple of Jesus. നിങ്ങൾ യേശുവിന്റെ ശിഷ്യൻ എന്ന് വിളിക്കപ്പെടും. Hallelujah. ഹല്ലേലൂയ. That is a title, that is a position Jesus gives you. അതാണ് യേശു നിനക്ക് തരുന്ന ഒരു പേര്. Hallelujah. ഹല്ലേലൂയ. If you're close
closer to Jesus, you are a disciple of Jesus. നിങ്ങൾ യേശുവിനോട് കൂടെ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ യേശുവിന്റെ ഒരു ശിഷ്യനാണ്. You will love Jesus നിങ്ങൾ more. യേശുവിനെ കൂടുതൽ സ്നേഹിക്കും. Through his love, you will love others. അവന്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ And സ്നേഹിക്കും. all the world will know that you are a disciple of Jesus. മാത്രമല്ല ലോകത്തിലുള്ള എല്ലാവരും തിരിച്ചറിയും നീ യേശുവിന്റെ ഒരു ശിഷ്യനാണെന്ന്. Hallelujah. ഹല്ലേലൂയ. Clap your hands for Jesus. കരങ്ങളെ ചേർത്തടിച്ച യേശുവിനെ മഹത്വപ്പെടുത്തിയാലോ. ഹല്ലേലൂയ. I'm going to give you very, very precious verses today. ഇന്ന് വളരെ വളരെ വിലപ്പെട്ട ചില വചനങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകുകയാണ്. Romans 12, verse number 9 and 10. റോമാലേഖനം 12-ാം അധ്യായം 9-10 വചനങ്ങൾ. Your love must be sincere. Hate what is evil. Cling to what is good. Be devoted to one another in brotherly love. Honor one another above yourselves. നിങ്ങളുടെ സ്നേഹം നിർവ്യാജമായിരിക്കണം. തിന്മയെ വെറുക്കുകയും നന്മയോട് പറ്റിച്ചേരുകയും വേണം. സഹോദര തുല്യം അന്യോന്യം സ്നേഹിക്കുവിൻ. തങ്ങളെക്കാൾ അധികം മറ്റുള്ളവരെ ബഹുമാനിക്കുവിൻ. Can you say hallelujah? ഒരു ഹല്ലേലൂയ. This is how we should love others. ഇങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്. Hallelujah. ഹല്ലേലൂയ. When you are closer to Jesus, നിങ്ങൾ യേശുവിനോട് കൂടെ നിൽക്കുമ്പോൾ Jesus will give you a new heart. യേശു നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും. In the olden days, you were a hard-hearted fellow. ആ പണ്ടത്തെ കാലത്തിൽ നിങ്ങൾ ഒരു കഠിന ഹൃദയനായിരുന്നു. But today, പക്ഷെ ഇന്ന് you have a software here. നിങ്ങൾക്ക് ഇവിടെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. Not hardware. ഹാർഡ്വെയർ അല്ല, Software heart. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മൃദുലമായ ഹൃദയം. Hallelujah. ഹല്ലേലൂയ. Why? Because you are getting his nature. കാരണം നിങ്ങൾ യേശുവിന്റെ ആ സാദൃശ്യം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. Somebody shout hallelujah to Jesus. യേശുവിനൊരു ഹല്ലേലൂയ പറയാമോ? Hallelujah. ഹല്ലേലൂയ. അന്നത്തെ സാക്ഷ്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൻറ്റി അവിടെ ഒത്തിരി സാക്ഷ്യങ്ങൾക്ക് ആളുകൾ വന്നിട്ട് കുറേ ആളുകൾ നമ്മൾ മടക്കി വിട്ടു. കാരണം സാക്ഷ്യം പറയാനായിട്ട് ബൈബിളിലെ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം എന്ന് പറഞ്ഞാൽ സാക്ഷ്യം പറയാൻ വലിയൊരു ക്യൂ വന്നിട്ട് കുറേ സാക്ഷ്യങ്ങൾ പറയാൻ പറ്റിയില്ല. പക്ഷെ അന്ന് പറഞ്ഞതിലൊരു വലിയൊരു സാക്ഷ്യം തോന്നിയത് ഒരു നീന എന്ന് പറയുന്ന ഒരു സഹോദരി വന്ന് പറഞ്ഞത് എപ്പോഴും ഇങ്ങനെ ബ്ലഡ് തുപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് വല്ലാത്ത ഭയത്തിലായിരുന്നു. പക്ഷേ അവരിങ്ങനെ ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു സൗഖ്യം കിട്ടി. അവരാ ഒരു സൗഖ്യമായിട്ട് ആ ഒരു രക്തം ഛർദ്ദിക്കുന്നത് തുപ്പുന്നത് നിന്നിട്ട് ആ ഒരു സൗഖ്യത്തിന്റെ സാക്ഷ്യമായിട്ടാണ് ടി വി പ്രോഗ്രാമിൽ അവരുടെ പേര് പറഞ്ഞിട്ട് അങ്ങനെ സൗഖ്യമായിട്ട് അവർ വന്ന് സാക്ഷ്യം പറയാനായിട്ട്. ആ ഒരു സാക്ഷ്യം അതാണ് ഇന്നത്തെ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഇന്നത്തെ മിറക്കിൾ സ്റ്റുഡിയോയിലൂടെ ആ സാക്ഷ്യം നമുക്കിപ്പോൾ കേൾക്കാം. ഈ സിസ്റ്ററിന്റെ പേര് നീന എന്നാണ്. കർത്താവ് ഇവർക്ക് ചെയ്ത വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഇവര് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും തുപ്പുമ്പം രക്തം വരുമായിരുന്നു. രക്തം വന്നിട്ട് ഒരു മാസത്തോളം തുപ്പുമ്പം ബ്ലഡ് വന്നിട്ട് ഭയങ്കര പേടിച്ചു. ഇത് എന്താ അസുഖമാണ്, എന്താ മാറാരോഗമാണ്, എന്തെന്നൊക്കെ ഓർത്ത് അവർ ഭയങ്കരമായിട്ട് പേടിച്ചു. കുട്ടികൾ പറയുമായിരുന്നു, മക്കളൊക്കെ പറയും ഡോക്ടറെ പോയി കാണിക്കണമെന്ന് പറഞ്ഞു. ഡോക്ടറെ പോയി കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു വയറിൻ്റെ അകത്ത് എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടോ ഇന്റേണലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ മരുന്ന് കൊടുത്തു വിട്ടു. പക്ഷെ എന്നാലും ഒരു ദിവസം ഓഗസ്റ്റ് 6-ാം തീയതി ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, നീന എന്ന സഹോദരി ബ്ലഡ് ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുന്ന പേര് വിളിച്ചു പറഞ്ഞു. ഇവരുടെ കറക്റ്റ് പേര് വിളിച്ചു പറഞ്ഞു. നീന എന്ന സഹോദരി തുപ്പുമ്പോൾ ബ്ലഡ് വരുന്ന ആ സഹോദരിയെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് ആ സഹോദരി കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറയുന്നു. ആന്റി പറയുന്നത് അന്നത്തെ ആ ദിവസം മുതൽ ആന്റി പിന്നെ ബ്ലഡ് തുപ്പിയിട്ടില്ല. ഓഗസ്റ്റ് 6-ാം തീയതി മുതൽ. ഓ പ്രൈസ് ഗോഡ്. ഈ ബ്രദർ പറയുന്നതെല്ലാം ശരിയാണോ സിസ്റ്റർ? തീർച്ചയായും ഞാൻ പറഞ്ഞത് തന്നെയാ പറഞ്ഞത്. ഓ 2 പ്രാവശ്യം പേര് വിളിച്ചു. അന്നത്തെ ദിവസം 2 പ്രാവശ്യം പേര് പറഞ്ഞു. ഓഗസ്റ്റ് 6-ാം തീയതി. അതെ അതെ. ഓ ശരി. ഓഗസ്റ്റ് 6-ാം തീയതി. ചില ആളുകൾക്കൊക്കെ ഇതൊക്കെ പറയുമ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു കാരണവശാലും സംശയം വേണ്ട. www.blessingtoday.tv എന്ന് പറഞ്ഞുള്ള നമ്മുടെ വെബ്സൈറ്റിൽ ചെന്ന് ഓഗസ്റ്റ് 6 എന്നടിച്ച് ക്ലിക്ക് ചെയ്താൽ മതി. എനിക്കറിയില്ല, പക്ഷേ ഈ പ്രെയർ ടൈമിൽ നിങ്ങൾക്ക് നീന എന്ന വാക്ക് അവിടെ കേൾക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ടി വി പ്രോഗ്രാമിൽ ഫ്ലാഷ് ബാക്ക് ഇടുമ്പോൾ വളരെ എളുപ്പമാണ്. കറക്റ്റ് ഡേറ്റ് ആണ് പറയുന്നതെങ്കിൽ. ഓക്കെ. ഞാൻ ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ മുംബൈയിലാണ്. ഓ ശരി. ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച വന്നേ. ഇത് ഇവിടെ നടക്കുന്നു പറഞ്ഞപ്പോൾ ഇതെനിക്ക് സാക്ഷ്യം പറയണമെന്ന് ഞാൻ വന്നതാ ഇവിടെ. ഓ ഗോഡ് ബ്ലെസ് യു.
ടുമോറോ യു ആർ ഗോയിങ് ബാക്ക്. ഓക്കെ. ആക്ച്വലി ഈ സഹോദരി മുംബൈയിലാണ്. ഇന്ന് നാട്ടിൽ വന്നപ്പോൾ ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് താൻ വന്നത്. അറ്റൻഡ് ചെയ്ത് നാളെ ഈ സഹോദരി തിരിച്ചു പോവുകയാണ്. ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമായിട്ടാണ് നീന ഇവിടെ വന്നത്. രക്തം തുപ്പിക്കൊണ്ടിരുന്നത് കർത്താവ് ഒരൊറ്റ ദിവസം കൊണ്ട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈയൊന്ന് കൊടുത്ത് കുലുക്കിയിട്ടൊന്ന് പറഞ്ഞേ, കർത്താവിന് മാറ്റണമെങ്കിൽ കുറേ ദിവസം വേണ്ട, ഒറ്റ നിമിഷം മതി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അത്? ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് നിങ്ങൾക്കൊരു അത്ഭുതം വേണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, പണ്ടോ ആരോ ഒരാളോട് അമ്മച്ചി രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചപ്പം, ബ്രദർ ഡാമിൻ പറയുന്ന ഒരു കാര്യമാണ്, രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചപ്പം അമ്മച്ചി പറഞ്ഞു, പിന്നെ എൻ്റെ മോൻ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞ പോലെ അല്ല. കുറേ നാളെടുത്ത് കുറേ വർഷങ്ങൾ കൊണ്ട് ഒരത്ഭുതം നടക്കുമെന്നല്ല നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് ഒരത്ഭുതം നടക്കും എന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. എത്ര പേര് ഈ സഹോദരിയുടെ നേരെ കൈകൾ നീട്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാനായി തുടങ്ങും? കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ മകളെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രോഗ്രാം വളരെയേറെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞൊരു പ്രോഗ്രാമാണ്. ധാരാളം ആൾക്കാർക്ക് ദൈവികമായ ജ്ഞാനവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പകരുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെയാണ് ഞാനും എൻ്റെ വീട്ടിലുള്ള എല്ലാവരും സ്ഥിരമായി ആ പ്രോഗ്രാം കാണാറുള്ളത്. ആ പ്രോഗ്രാം കണ്ടതിന് ശേഷം ഭയങ്കരമായ ആത്മീയമായ ഉണർവും ശക്തിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പകർന്നു കിട്ടിയിട്ടുണ്ടെന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. ഈ പ്രോഗ്രാമിലൂടെ അനേകായിരങ്ങളെ നേടുവാൻ കഴിയും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, തിരുവനന്തപുരത്തു നിന്നുള്ള വസുന്ധരനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തനിക്ക് കർത്താവ് ഹെർണിയയിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം ഉണ്ടാകട്ടെ. തൻ്റെ വൈഫ് രാജ്യം കർത്താവെ ആരോഗ്യത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നുമുള്ള പരിപൂർണ സൗഖ്യം ആ ശരീരത്തിൽ ഉണ്ടാകട്ടെ. മകൻ രഞ്ജിത്തിനായി പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരത്ത് പോലീസ് പോസ്റ്റിംഗ് ലഭിക്കേണ്ടതിനു വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൾ രഞ്ജുവിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങളെല്ലാവരും ചേർന്ന് അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു വസുന്ധരൻ ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഈ സമയത്ത് രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോയ രോഗികൾക്ക് വേണ്ടി മാത്രമല്ല, വിവിധ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സമയത്ത് ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ശ്വാസകോശങ്ങൾക്ക് സാരമായ തകരാറ് സംഭവിച്ചൊരു വ്യക്തി ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നു. അന്നനാളത്തിന് പ്രയാസമുള്ളൊരു വ്യക്തി, അന്നനാളം ചുരുങ്ങുകയോ അതിനകത്ത് എന്തൊക്കെയോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. ആമാശയത്തിനകത്തുള്ള ക്യാൻസർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാൽമുട്ടിൻ്റെ അകത്തുള്ള തേയ്മാനം, ആ കാൽമുട്ടിലുള്ള പ്രയാസങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നട്ടലിൻ്റെ തകരാറുകൾ സൗഖ്യമാകട്ടെ. ഡിസ്കിലുള്ള തകരാറുകൾ മാറിപ്പോകട്ടെ. ബ്രെയിൻ ട്യൂമർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ, മാരക രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നാലും, രോഗങ്ങൾ എന്തായിരുന്നാലും ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിക്കൊണ്ട് ഈ സമയത്ത് വിശ്വാസത്തോടെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ആ രോഗസൗഖ്യത്തെ സ്വീകരിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിലുള്ള ദൈവിക രോഗസൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. യേശു കർത്താവിൻ്റെ രക്തം പലരുടെയും ശരീരത്തിൽ തളിക്കപ്പെട്ടപ്പോൾ വലിയ വിടുതൽ നടക്കും. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. സുമ എന്ന് പേരുള്ളൊരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. ആർത്രൈറ്റിസ് ഉള്ളൊരു സഹോദരി യേശുവിൻ്റെ നാമത്തിൽ, ആർത്രൈറ്റിസ് മാത്രമല്ല വേറെ ചില രോഗങ്ങളുമുണ്ട്. സുമ എന്ന സഹോദരി ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ദൈവിക വിടുതലുകൾ ശരീരങ്ങളിൽ വ്യാപരിക്കുന്നതിനാൽ നന്ദി. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. പരീക്ഷകൾ പല പ്രാവശ്യം എഴുതിയിട്ട് പാസ്സാകാത്തൊരു വ്യക്തിയെ കർത്താവ് സഹായിക്കുന്ന. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു, എന്നാൽ യേശുവിലുള്ള വിശ്വാസത്താൽ അതെഴുതുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ പാസ്സാകുകയും ചെയ്യും. ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു.
യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത അനേകരുണ്ട്. അവരോട് തീർച്ചയായും നിങ്ങൾ പറയണം. കർത്താവ് നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും നമുക്ക് കാണാം. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമുകൾ ഈ ആഴ്ചയിലുണ്ട്. ഒന്നുപോലും മുടങ്ങരുത്. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈബിൾ ആൻഡ് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം, ദൈവനാമം വിളിക്കപ്പെട്ട ദൈവാലയം ആദ്യം എവിടെയായിരുന്നു? വിച്ച് വാസ് ദ ഡ്വെല്ലിംഗ് പ്ലേസ് where God set his name? Options: A. Shiloh, B. Jericho, C. Galilee, D. Egypt. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനം നൽകുന്നത് OM ബുക്സ് ആണ്. പ്രാർത്ഥനയ്ക്കും മറ്റു വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 42221. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.